Hello friends, welcome to this new session on professional business skills. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചാണ്. We've studied about business analysis അല്ലെങ്കിൽ ബിസിനസ് ഡേറ്റ അനാലിസിസിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ബിസിനസ് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾ ആരാന്നുള്ളത് നമുക്ക് നോക്കാം. Okay, so let's get into this. Before going into this content further, if you're new to this channel, please like, share and subscribe. Now, business data analyst എന്ന് പറയുന്നത് he is a person, ആ ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ നോക്കുകയാണെങ്കിൽ ഈ അനാലിസിസ് നടത്തുന്ന വ്യക്തിനെയാണ് നമ്മൾ ബിസിനസ് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സിംപ്ലി എ പേഴ്സൺ ഹു കളക്ട്സ്, പ്രോസസ്സസ് ആൻഡ് പെർഫോംസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺ എ ലാർജ് ഡേറ്റ സെറ്റ്. ഒരു വലിയ ഡേറ്റ സെറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് അനാലിസിസ് നടത്തുക, പ്രോസസ്സ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുക, അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുക. ഓക്കെ, നമുക്ക് ഡേറ്റയല്ല വേണ്ടത്, ഡേറ്റയിൽ നിന്ന് സംതിങ് മീനിങ് ഫുൾ ആണ് വേണ്ടത്. ആ മീനിങ് ഫുള്ളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ അനലിസ്റ്റ്. ഓക്കെ, നൗ ഡേറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റുകളും തമ്മിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് മാറ്റി മറിച്ച് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ദേ ആർ സിമിലർ ഇൻ നേച്ചർ. ബേസിക്കലി അവർ അനാലിസിസ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ രണ്ടും രണ്ട് ആൾക്കാരാണ്. ഒരു കുറച്ചുകൂടി ഇൻഡെപ്ത് നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് വ്യക്തികളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ലൈസ് ഇൻ വാട്ട് ദേ ഡു വിത്ത് ദ ഡേറ്റ. ഓക്കെ, ബിസിനസ് അനലിസ്റ്റുകൾ ഓർഗനൈസേഷൻ്റെ നീഡ്സും വോൺസും അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ അതിൻ്റെ പുറത്ത് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, പക്ഷേ ഡേറ്റ അനലിസ്റ്റ് അങ്ങനെയല്ല. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡേറ്റ ഗ്യാദർ ചെയ്യുക, അനലൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുക എന്ന് വെച്ചാൽ. പക്ഷേ ആ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അടുത്ത് നിൽക്കല്ല അത്. ഡേറ്റ അനലിസ്റ്റ് ജനറലി ദേ വർക്ക് ഫോർ സം പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. അത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണെന്നില്ല. ഓക്കെ, ദെൻ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ യൂഷ്വലി വർക്ക് ഇൻ ടീംസ്. സാധാരണഗതിയിൽ ബിസിനസ് ഡേറ്റ അനലിസ്റ്റുകൾ ടീമുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ വൺ മാൻ ജോബ്. ഒരു വലിയ ബിഗ് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിഗ് ഡേറ്റ എന്ന് പറയില്ലേ, ഹ്യൂജ്, നമ്മൾ പറയില്ലേ ടെറാബൈറ്റ് കണക്കിന് ഡേറ്റകൾ, അങ്ങനത്തെ ഡേറ്റാസൊക്കെ നമുക്ക് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് എളുപ്പത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ യൂഷ്വലി ഡേറ്റ അനലിസ്റ്റ് വർക്ക്സ് ഇൻ ടീംസ്. ദെൻ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൈൻ ആൻഡ് ക്ലീൻ ഡേറ്റ. ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് വൈഡ് വെറൈറ്റിയിൽ കിടക്കുന്ന അൺസ്ട്രക്ചേർഡ് റോ ഡേറ്റ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം മൈൻ ചെയ്തെടുക്കുക, അതിനെ ക്ലീൻ ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, ആവശ്യമുള്ള ഇൻഫർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നൊരു ആക്ടിവിറ്റി. ആൻഡ് അവർ ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡേറ്റയ്ക്കകത്തുള്ള ട്രെൻഡുകൾ, കോറിലേഷൻ പാറ്റേൺസ് അത് കണ്ടുപിടിക്കുക, ഈ പറഞ്ഞിട്ടുള്ള കോംപ്ലെക്സ് സെറ്റ് ഓഫ് ഡേറ്റകളിൽ നിന്ന്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് തിങ് അബൌട്ട് ബിസിനസ് ഡേറ്റ അനലിസ്റ്റ് ദാറ്റ് യു മസ്റ്റ് നോ ഇസ് ദാറ്റ് ദേ മേക്ക് റിപ്പോർട്ട് ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡേറ്റ, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതും അവരുടെ വലിയൊരു ചുമതലയാണ്. ഓക്കെ, നൗ മൂവിങ് ഫർദർ, we'll look into the responsibilities of a data analyst. First and foremost, producing report. റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ ഫസ്റ്റ് ജോബ്. ഓക്കെ, നൗ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ക്ലയൻറ്റുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ അനലിസ്റ്റുകളുടെ ക്ലയൻറ്റുകൾ എന്ന് പറയുന്നത് ദേ ആർ പീപ്പിൾ ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ആണെങ്കിലും കോഡിഫിക്കേഷൻ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾ ദീസ് തിങ്സ്, കോഡ്, ക്വയറി, മെഷീൻ ലാംഗ്വേജ്, ഡീപ്പ് ലേണിംഗ്, ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഇതെന്താ സാധനം എന്ന് പോലും പകുതി മുക്കാലെണ്ണത്തിന് അറിയില്ല. ഓക്കെ, അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇടുന്നത്. സോ ദേ ഹാവ് ടു പ്രിപ്പയർ റിപ്പോർട്ട്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് നല്ല വാല്യുബിൾ റിപ്പോർട്ട് ആവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻസൈറ്റുകൾ കൊടുക്കാൻ പറ്റണം. മാത്രമല്ല വായിക്കുന്ന ആൾക്ക് അത് വെച്ചിട്ട് മനസ്സിലാവണം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാവണം. ഡേറ്റ അനലിസ്റ്റ് ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഈ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ഡേറ്റ അനലിസ്റ്റ് മുൻകൂട്ടി കാണുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുതലെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സ്പോട്ടിംഗ് പാറ്റേൺസ്. ഡേറ്റ എന്ന് പറയുന്ന സംഭവം ഒരു കഥ പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ടെൽ എ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോറീസ്. ഒബ്സർവിങ് സർട്ടൺ ഡേറ്റ, ഇപ്പം നിങ്ങൾ ക്ലാസ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ടോട്ടൽ ക്ലാസ്സിൻ്റെ റിപ്പോർട്ട് കാർഡ് ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ അതൊരു കഥ പറയുന്നുണ്ട്.
കഥ എന്താ? ചിലപ്പോൾ ക്ലാസ് നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് മോശമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബോയ്സും ഗേൾസ് എന്ന രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നോക്കിയേ ബോയ്സ് ചിലപ്പോൾ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും, ഗേൾസ് ചിലപ്പോൾ വേറൊരു രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്യാം. ഇപ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ പെർട്ടിക്കുലർ ജോഗ്രഫിയിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജോഗ്രഫിയിലുള്ള ആൾക്കാർ. സോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസ് നടത്താൻ പറ്റും. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് സ്പോട്ട് ചെയ്യുക, ഒരു പോസിബിൾ സ്റ്റോറി ഉണ്ട് അതിന് പുറകിൽ. ആ ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല, അതിന് ബേസിസിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ആൻഡ് വീക്ക്ലി അല്ലെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അനാലിസിസും ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഇവാലുവേഷൻസും നടത്തുകയാണെങ്കിൽ ആ ഡേറ്റാസ് പലപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. ആൻഡ് റെമഡിയൽ ആക്ഷൻസ് വേണ്ട സ്ഥലത്ത് റെമഡിയൽ ആക്ഷൻസ് എടുക്കാം. ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കേണ്ട സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മുതലെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ is to collaborate with others. Collaborating with others ആണ് അടുത്ത ടാസ്ക്. ഓക്കെ, നൗ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഡേറ്റ അനലിസ്റ്റുകൾ, ബിസിനസ് ഡേറ്റ അനലിസ്റ്റുകൾ, ദേ ഡോണ്ട് വർക്ക് അലോൺ, ദേ നീഡ് ദ ഹെൽപ്പ് ഓഫ് അതർ പീപ്പിൾ. നമ്മുടെ ടിപ്പിക്കൽ ഒരു വ്യൂ പോയിന്റ്, ഒരു പടത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും കാണുന്ന സീരീസിലാണെങ്കിൽ പോലും IT എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഹൂസ് ഇൻ ചാർജ് ഓഫ് IT, he is always kept alone. He lives in his lab. ഭയങ്കര നമ്മൾ ഇംഗ്ലീഷിൽ അവരെ നേർഡ്സ് എന്ന് വിളിക്കും, NERD, നേർഡ്. ഓക്കെ, സാധാരണ ഈ വലിയ സോഡ കുപ്പി പോലത്തെ കണ്ണാടിയും ഇട്ടിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള IT-കാർ എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും മനസ്സിലുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ കേസ്. ഈ IT എന്ന് പറഞ്ഞ സെക്ഷൻ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് ക്ലോസ്ലി വർക്ക്, അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് നടത്തുന്ന ആൾക്കാർ ഇഫ് ദേ ഡോണ്ട് ക്ലോസ്ലി വർക്ക് വിത്ത് ദി അതർ ഡിപ്പാർട്ട്മെന്റ്സ്, അവർക്ക് കിട്ടാനുള്ള ഡേറ്റ ഇൻപുട്ടുകളുണ്ടല്ലോ അത് മര്യാദയ്ക്ക് കിട്ടില്ല, കൊടുക്കാനുള്ള ഔട്ട്പുട്ടുകൾ അത് മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ? അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ആ കൊളാബറേഷൻ ഇല്ലെങ്കിൽ ദ ഹോൾ സിസ്റ്റം ഫെയിൽസ്. Okay, so their third responsibility is to collaborate with others. And the fourth one is data collection and setting up of the infrastructure. Data collect ചെയ്യുക, necessary infrastructure establish ചെയ്യുക എന്നുള്ളതാണ് fourth and most important activity. Data collection ആണ് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ്. കളക്ടിങ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ്. നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി അങ്ങനെ കുറച്ച് ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേരിയസ് ഓൺലൈൻ സോഴ്സസും ഓഫ്ലൈൻ സോഴ്സസും അങ്ങനെ ഇഷ്ടംപോലെ മീഡിയംസ് ഓഫ് ഗെറ്റിംഗ് യുവർ ഡേറ്റ ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യാനും അത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കയ്യിലുണ്ടാവണം. അതായത് ഇപ്പം നെസസറി പവറുള്ള സിസ്റ്റംസ് വേണം, സോഫ്റ്റ്വെയറുകൾ വേണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ഡേറ്റ അനലിസ്റ്റുകൾ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡേറ്റ അനലിസ്റ്റ്. നെക്സ്റ്റ് വൺ, സ്കിൽസ് റിക്വയർഡ് ഫോർ എ ഡേറ്റ അനലിസ്റ്റ്. ഓക്കെ, നൗ എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു ഡേറ്റ അനലിസ്റ്റിന് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, programming languages. Knowledge in programming languages. That is the first and most important thing that a data analyst must have. He must be proficient in at least a couple of them എങ്കിലും മിനിമത്തിൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് അറിയണം. മുമ്പൊക്കെ നമ്മൾ പറയും C++ അറിയോ എന്നൊക്കെയാണ്. പക്ഷേ C++ ഒക്കെ ഇപ്പോൾ പഴയ സംഭവങ്ങളായി. നൗ ദർ ഇസ് മച്ച് മോർ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അവൈലബിൾ. ആൻഡ് ഇതെല്ലാതും അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ മസ്റ്റ് നോ. അല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് അനലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ലാംഗ്വേജസ് ലൈക്ക് പൈത്തൺ, R, SAS ഇതൊക്കെ നിർബന്ധമാണ് അറിയണം എന്നുള്ളത്. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ വിഷ്വലൈസേഷൻ ആയാലും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയാലും ഡേറ്റ ക്ലീനിങ് ആണെങ്കിലും ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ഒരു പ്രോബ്ലം വരുമ്പോൾ യുണീക്കായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടെത്തുമ്പോഴാണ് ദാറ്റ് പേഴ്സൺ ഫൈൻഡ്സ് എ ഗുഡ് സൊല്യൂഷൻ. നമ്മൾ ട്രഡീഷണൽ ചിന്താഗതിയിൽ ചിന്തിച്ചു പോയി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഹിസ്റ്ററി ബുക്സ് നോക്കിയിട്ട് അതിൽ നിന്ന് പഠിച്ചെടുത്ത് തിരിച്ചിവിടെ ഇടുന്ന പോലെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ കച്ചവടം എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ സിറ്റുവേഷൻ ഈസ് ദ സെയിം.
ഓക്കെ, ഓരോ സിറ്റുവേഷൻ ചിലപ്പോൾ യുണീക്ക് സിറ്റുവേഷൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അതിനകത്ത് കളിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി ക്രിയേറ്റീവ് ഇനഫ് ടു ക്രിയേറ്റ് ന്യൂ സൊല്യൂഷൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻസിന് മുമ്പൊന്നും ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കാൻ പറ്റും, മുമ്പ് ഒന്നും ടാക്കിൾ ചെയ്യാത്ത പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദേ ബിക്കം എ സ്പെഷ്യലിസ്റ്റ്, ദേ ഗെറ്റ് എ പ്ലേസ് ഇൻ ദി മാർക്കറ്റ്. നെക്സ്റ്റ് വൺ, സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആൻഡ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഡേറ്റ അനലിസ്റ്റുകൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റുകൾ ചോദിച്ചു വാങ്ങാനും അവരുടെ അനാലിസിസ് റിപ്പോർട്ട്സ് ആണെങ്കിലും ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു സേ ഓർ കൺവേ തിങ്സ് ഇൻ എ പ്രോപ്പർ മാനർ. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേ ഫെയിൽ റിഗാർഡ്ലെസ് ഓഫ് ഹൗ സ്കിൽഡ് ദേ ആർ. ഡേറ്റ അനലിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ അനലിസ്റ്റുകൾ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലം ഇസ് ദാറ്റ് ദേ ആർ നോട്ട് ഏബിൾ ടു കൺവേ വാട്ട് ദേ വോണ്ട് ടു സേ. അവർക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവിടെയാണ് മാനേജ്മെൻറ്റ് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയും പുഷ് ചെയ്യുകയും ചെയ്യേണ്ടത്. നല്ല രീതിയിൽ റിപ്പോർട്ടുകൾ എഴുതാനും, പിന്നെ നല്ല രീതിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, നല്ല രീതിയിൽ ബാക്കിയുള്ള ടീംസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും. ഓക്കെ, അതിനെല്ലാം നല്ല സോളിഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം. ദാറ്റ് ഈസ് അനദർ സ്കിൽ ദാറ്റ് ഈസ് റിക്വയർഡ്. ദെൻ ഫോർത്ത് വൺ, ഡേറ്റ വിഷ്വലൈസേഷൻ. Data visualization I have already spoken a couple of times in the വീഡിയോസിലൂടെ തന്നെ. ഡേറ്റ വിഷ്വലൈസേഷൻ വേറെ ഒന്നുമല്ല, ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യിക്കുക, ഗ്രാഫുകൾ, ടേബിൾസ്, ചാർട്ടുകൾ വഴി വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ടേബിൾസ് അല്ല, ഗ്രാഫ്സും ഈ ചാർട്ടുകളും വഴി വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നൗ we've got a lot of options. പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട് വിച്ച് ആക്ച്വലി പ്രൊവൈഡ് യു എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡേറ്റ. ഈ സോഫ്റ്റ്വെയർസ് ലൈക്ക് എക്സൽ, ഇതൊക്കെ ഉണ്ട്. എക്സൽ അല്ലാണ്ടും ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഡേറ്റ വിഷ്വലൈസേഷൻ. ഈ പറഞ്ഞിട്ടുള്ള data analysts, they must be skilled in using these softwares, and they must also have a creative sense as to how well can I represent data. ഓക്കെ, കാരണം അപ്പോഴും എൻഡ് യൂസർ അല്ലെങ്കിൽ എൻഡ് ബെനിഫിറ്റ്, ഈ റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് ഈ ഡേറ്റ അനലിസ്റ്റിൻ്റെ അത്രയും ഉള്ളൊരു അല്ലെങ്കിൽ ഡേറ്റ വായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഹി ഓർ ഷീ മസ്റ്റ് ഡം ഇറ്റ് ഡൗൺ ഇൻ സച്ച് എ ലെവൽ ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദി പേഴ്സൺ ഹൂസ് റീഡിങ് ദാറ്റ് റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡേറ്റ വെയർ ഹൗസിംഗ്. ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് ഡേറ്റ ആവശ്യമുള്ള ചില സമയത്ത് നമ്മൾ മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയും മാത്രമല്ല ക്വറിയിങ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ മാനേജ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, SQL ഡേറ്റാബേസസ്. അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നൗ വൈ SQL ഡേറ്റാബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ ഏറ്റവും പഴയ ടേബിൾ ഫോമാറ്റിന് പകരം റിലേഷണൽ ഡേറ്റാബേസ് മോഡൽസ് യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടാവണം. ദാറ്റ് ഈസ് എ മച്ച് മോർ ബെറ്റർ വേ ഓഫ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് വേ ഓഫ് പ്രസൻറ്റിംഗ് ഡേറ്റ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് റിഡൻഡൻസീസ്, അതായത് അൺനെസസറി റെപ്പറ്റീഷൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡേറ്റാബേസ് ക്വയറി ലാംഗ്വേജസ്. ഡേറ്റാബേസ് മാത്രം പറഞ്ഞാൽ പോരാ, ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ലാംഗ്വേജും അറിയണം. നമ്മൾ SQL വെച്ചിട്ടായിരിക്കും സാധാരണ ഡേറ്റാബേസ് ഉണ്ടാക്കുക. ഈ SQL നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പല ലാംഗ്വേജസ് ഉണ്ട്. PostgreSQL, TSQL, PLSQL എന്ന് പറഞ്ഞിട്ട് പല ലാംഗ്വേജസ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇതിന് ഉണ്ടാവുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡേറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ്. ഡേറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ് ഞാൻ ഓൾറെഡി മുമ്പത്തെ സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞത് വലിയൊരു വാസ്റ്റ് അൺസ്ട്രക്ചേർഡ് സെക്ഷനിൽ നിന്ന് ഡേറ്റ അനലിസ്റ്റ് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡേറ്റ മൈൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വൈഡായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇന്ന ഏരിയാസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം ടു എക്സ്ട്രാക്ട് വാട്ട് ഈസ് നെസസറി. ദെൻ ക്ലീനിങ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിങ് സെക്ഷനെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയുക, മിസ്സിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫിക്സ് ചെയ്യുക, അതിനെയാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അതിനോടുള്ള ഒരു സ്കില്ല് ഉണ്ടാവുന്നത് നല്ലതാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടൂള് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിൻ്റെ പുറത്ത് കളിക്കാനും ഉള്ള എബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്
വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ നെസസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി എ നെസസിറ്റി. പക്ഷേ പീപ്പിൾ അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ഹു ഹാവ് ദ സ്കിൽ അല്ലെങ്കിൽ ഹു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് അല്ല, മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് നല്ല ഐഡിയ ഉള്ള ആൾക്കാർ, they are considered extremely valuable in the industry. So these are the different skills that a data analyst requires. First one, programming languages ne kurichulla udharana, creative and analytical ability, strong and effective communication, data visualization, data warehousing, SQL databases, database query language, data mining and cleaning, advanced Microsoft Excel, and machine language ne kurichulla oru understanding. These are the 10 skills required. Okay, so hope you understand the content. In case of any doubts, please feel free to message me on my WhatsApp number. Thank you.